ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കായ വറുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 3-4 കായ എടുത്തിട്ടുള്ളൂ. കായ വറുത്തത് ഞാൻ ഒരിക്കൽ ഇട്ടിട്ടുണ്ട് വീഡിയോ. കായ വറുക്കണം എങ്ങനെയാണെന്ന് നോക്കാം, ഓണം സ്പെഷ്യലായിട്ട്. അപ്പോൾ ഇത് ഒരു 3-4 കായ എടുത്തിട്ടുള്ളൂ. ഒരു കിലോ കായ ഉണ്ടാവും. നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കായയുടെ ഈ വശവും നന്നായിട്ട് ചെത്തിക്കളയുക. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വരഞ്ഞെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒളിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് കായ പൊളിച്ചെടുക്കേണ്ടത്. നമുക്ക് ഈ കായയുടെ തോല് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് കായത്തോലിൻ്റെ ഉപ്പേരി പയറിട്ടോ മുതലിട്ടോ അല്ലെങ്കിൽ വെറുതെ തോരനുണ്ടാക്കിയെടുക്കാം. കറണ്ട് പോയി. ഈ മഞ്ഞൾ വെള്ളത്തിലിട്ട കായൊക്കെ നമുക്ക് കഴുകി ഒന്നിങ്ങനെ എടുക്കാം. പിന്നെ ഒന്ന് കഴുകി എടുക്കാം. ഈ കായയുടെ കറിയൊക്കെ പോവാനും നമ്മുടെ ഉപ്പേരി വറുത്തതിന് നല്ല കളറൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ചാരി വെക്കുക. അപ്പം അതിലെ വെള്ളമൊക്കെ താഴത്തേക്ക് പോകും. ഇങ്ങനെ വെക്കുക. നമുക്കിങ്ങനെ ഒരേ കായ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നുറുക്കുക കേട്ടോ. ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ മുറുക്കിയെടുക്കുക. സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ട് നമുക്കിതിൽ ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. കുറച്ച് കായല്ലേ ഉള്ളൂ, അപ്പം ഞാനിതിലാണ് വറുക്കണത്. ഉപ്പേരി വറുക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ വറുക്കണതാണ് കേട്ടോ. പക്ഷെ കുറേ നാളിരിക്കില്ല, ഒരു കാറൽ മണം വരും. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക. കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ ഓയിലുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഈ ബ്ലേഡിലാണ് നമ്മൾ ഉണ്ടാക്കണേ കേട്ടോ. കുറച്ച് ഉപ്പ് വെള്ളം ഉണ്ടാക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പ് വെള്ളം, നമ്മൾ ഉപ്പ് കലക്കിയ വെള്ളമാണ്, കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഒരു ലേശം. നമുക്കിത് എടുക്കാം കേട്ടോ.
നമ്മൾ കായൽ ഉപ്പിടേണ്ട സമയമായി. നമുക്ക് ഉപ്പുവെള്ളം കുറച്ച് തെളിച്ചു കൊടുക്കാം. ഉപ്പുവെള്ളം തിളയ്ക്കണ സമയത്ത് നമ്മൾ തീ സിമ്മിലിടണം. തെളിച്ചുടനെ ഹൈയിലേക്ക് ആക്കണം, അല്ലെങ്കിൽ മേലൊക്കെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഉപ്പുവെള്ളം തെളിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മേലേക്ക് തെറിക്കും. നമുക്കിത് എടുക്കാറായിട്ടുണ്ട്, നമുക്ക് എടുക്കാം. നമ്മുടെ ചിപ്സ് വറുക്കൽ കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ഓണത്തിന്. നമ്മുടെ ചിപ്സ് വറുക്കൽ കഴിഞ്ഞു. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ഓണത്തിന്.